ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഇരിക്കുന്ന കൈക്കൂലി മേടിച്ചിട്ട് ഇമാതിരി പരിപാടികൾ കാണിക്കുന്ന എല്ലാവർക്കും കൊടുക്കണം, ശരിക്കും കൊടുക്കണം ഫൈന്. അത് ഇച്ചിരി കൂട്ടി കൊടുക്കുന്നേ, കാരണം സർക്കാരിന്റെ ഖജനാവിലായിട്ട് കുറച്ച് പൈസ വരികയും ചെയ്യും. അവൻ കൂളായിട്ട് പോയെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ നാട്ടിലെ സിസ്റ്റം ലാട്ടി കൊടുക്കുക തന്നെ ചെയ്യണം. ഹബീബി, കം ടു മൈ ചാനൽ. സോ പിന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ഡ്രൈവിംഗ് മാനേഴ്സിനെ കുറിച്ചാണ്. കൊല്ലത്ത് മൈനാപ്പള്ളിയിലെ സ്കൂട്ടറിൽ വന്ന 2 സ്ത്രീകളെ ഇടിച്ചിട്ടിട്ട് അതിൽ ഒരാളുടെ ദേഹത്തൂടെ വണ്ടി കയറ്റി ഇറക്കി കൊന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നതും അതേപോലെ തന്നെ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിക്കുന്നതും എന്നുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ ദുബായിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ പോയാൽ അവിടുത്തെ നിയമത്തെയും അവിടുത്തെ റോഡ് നിയമത്തെയും വളരെ കർശനമായിട്ട് അല്ലെങ്കിൽ വളരെ കർക്കശമായിട്ട് നമ്മൾ പാലിക്കുന്നതും ഫോളോ ചെയ്യുന്നതും എന്തുകൊണ്ടാണെന്നൊക്കെയാണ് ഇനി ഞാനൊന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഞാൻ ഇന്ത്യയിലോട്ട് വരാം, എന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരാം, നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ നാട്ടിൽ ഈ സീബ്ര ലൈൻ എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. അതായത് ഈ സിഗ്നലൊക്കെ മുമ്പ് ഈ സീബ്ര ലൈൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്നതിൽ ഒരു 90% ആളുകൾക്കും ഈ സീബ്ര ലൈൻ എന്തിനാണ് വരച്ചിട്ടേക്കുന്നതെന്ന് അറിയത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ അണ്ണന്മാരെ, അതായത് എക്സ്പെഷ്യലി നമ്മുടെ നാട്ടിലെ ബസ് ഓടിക്കുന്ന ബസ് ഡ്രൈവേഴ്സിനാണ് അറിയാത്തത്. ഒരുപക്ഷെ കാർ ഓടിക്കുന്നവർക്കൊക്കെ ഏറെക്കുറെയൊക്കെ അറിയായിരിക്കും, അല്ലെങ്കിൽ 4 വീലർ ഓടിക്കുന്നവർക്കൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ നാട്ടിലെ വലിയ ഹെവി വെഹിക്കിൾസ് ഓടിക്കുന്ന ഓരോ ഡ്രൈവേഴ്സിനും അറിയത്തില്ല ഈ സീബ്ര ലൈൻ എന്തിനാണെന്ന്. അല്ല, എനിക്കറിയാമായിട്ട് ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഈ ലൈസൻസ് കൊടുക്കുമ്പം ഈ സാധനങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടല്ലേ കൊടുക്കുന്നത് എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീബ്ര ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ റോഡിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി വരച്ചിടുന്ന സെറ്റപ്പ് അല്ല. സീബ്ര ലൈൻ എന്ന് പറഞ്ഞാൽ പെഡസ്ട്രിയൻസിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സീബ്ര ലൈൻ എന്ന് പറയുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എവിടെ പോയാലും ഏത് റോഡിൽ പോയാലും നമുക്ക് ഈ സീബ്ര ലൈൻ കാണാൻ പറ്റും. അത് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് പ്രയോറിറ്റിയാണ് ആ സീബ്ര ലൈൻ എന്ന് പറയുന്നത്. ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്, ഗൾഫിലെ കാര്യം. അതായത് ഒരു കാൽനട യാത്രക്കാരൻ ഈ സീബ്ര ലൈനിലൂടെ വന്നാൽ, അതായത് ഈവൻ അയാൾ ഒരു സിഗ്നൽ അല്ലെങ്കിൽ പോലും ഒരു സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ വന്നാൽ നമ്മൾ കണ്ടാൽ നമ്മൾ വണ്ടി നിർത്തി കൊടുക്കുക തന്നെ ചെയ്യണം. ഈ പറയുന്ന പെഡസ്ട്രിയൻ, അതായത് കാൽനട യാത്രക്കാരൻ ആ റോഡ് അല്ലെങ്കിൽ ആ സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് പോകണം. ഈവൻ ഈ പറയുന്നത് ഒരു കാൽനട യാത്രക്കാരൻ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പം ഈവൻ നമ്മുടെ ദുബായ് ഷെയ്ഖ് ആണെങ്കിൽ പോലും, ദുബായ് രാജാവ് വന്നാൽ പോലും നിർത്തി കൊടുക്കും. കാര്യം നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, ഇതുപോലെ പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ രാജാവ് വണ്ടി നിർത്തി കൊടുത്ത് ഈ സീബ്ര ലൈനിലൂടെ ആളുകൾ ക്രോസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ? നമ്മുടെ നാട്ടിലൊരു സീബ്ര ലൈനിൽ കൂടെ ഞാൻ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത്, ഞാൻ ഈ സീബ്ര ലൈൻ ആൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വണ്ടി നിർത്തിയപ്പോൾ വണ്ടി നിർത്തി ഞാൻ ഹസാർഡ് ലൈറ്റ് ഇട്ടപ്പോൾ പുറകിൽ വന്ന ബസ് ചേട്ടൻ എന്നെ ഹോണടിച്ച് വിളിച്ചിട്ട് ഹോണടിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ വണ്ടി എടുത്തില്ല. കാര്യം ഈ ആൾ ക്രോസ് ചെയ്യാൻ വേണ്ടിക്കുക. ഈ ആൾ ക്രോസ് ചെയ്തതിന് ശേഷം ഞാൻ വണ്ടി എടുത്ത് പോയപ്പം എന്നെ ഓവർടേക്ക് ചെയ്ത് ഈ ബസ് ചേട്ടൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവർക്കും വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാനിങ്ങനെ അയാളെ നോക്കി ഒന്ന് ചിരിച്ചതല്ലാതെ വേറെ എന്ത് പറയാനപ്പനെ. കാര്യം സീബ്ര ലൈനിൽ ആൾ ക്രോസ് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തി കൊടുക്കണം എന്നുള്ള സാമാന്യ റൂൾ പോലും അറിയാത്ത ഡ്രൈവറിനോട് നമ്മൾ ഇനി എന്ത് പറയട്ടെ, എന്ത് കാര്യം? ഒരു കാര്യമില്ല. അതായത് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന റോഡ് നിയമങ്ങൾ ആൾക്കാർക്ക് പേടിയില്ലാത്തത്? എന്തുകൊണ്ടാണ് റോഡ് നിയമങ്ങൾ പാലിക്കാത്തത് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാര്യം, റോഡിൽ എന്ത് സംഭവിച്ചാലും ഈവൻ ഒരാളെ ഇടിച്ച് കൊന്നാൽ പോലും, അതായത് ആ മൈനാപ്പള്ളിയിൽ ഇടിച്ചിട്ടിട്ട് ആളുകൾ നിർത്താൻ പറഞ്ഞിട്ട് പോലും നിർത്താതെ അവരുടെ മേലെ കൂടെ വണ്ടി കയറ്റി കൊന്നിട്ട് പോലും അവൻ കൂളായിട്ട് പോയെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ നാട്ടിലെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ പോരായ്മ തന്നെയാണത്. കാര്യം റോഡിൽ എന്ത് ചെയ്താലും നൈസായിട്ട് ഊരിപ്പോരാൻ പറ്റുമെന്നുള്ള ഓവർ കോൺഫിഡൻസ് തന്നെയാണ് ഇതിന് കാരണം. കാര്യം അവനങ്ങനെ ഓവർ കോൺഫിഡൻസ് എടുക്കാൻ കാര്യമുണ്ട്. കാര്യം നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് അല്ല. കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരാൾ ഇടിച്ചു കൊന്നാൽ പോലും, ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് 4 പേര് മരിച്ചാൽ പോലും ഇടുന്ന മകസറിനകത്തിൽ വരുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു. ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്താൽ അവൻ ഈസി ആയിട്ട് നല്ലൊരു പണിയറിയാവുന്ന വക്കീലുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങാം. രണ്ടാമത്തെ കാര്യം, ഉന്നതങ്ങളിൽ പിടിയുണ്ടെങ്കിൽ നൈസായിട്ട് ഊരിപ്പോരാ. അതുപോലെ നമ്മുടെ നാട്ടിലെ ഫൈനിനോട് പേടിയില്ല. നമ്മുടെ നാട്ടിലൊരു മാക്സിമം ഫൈൻ എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപയൊക്കെ ആയിരിക്കും, അങ്ങേറ്റം എനിക്കറിയില്ല, മാക്സിമം ഒരു 10,000 ഒക്കെ ആയിരിക്കും ഫൈന്. അപ്പം അതിനുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ 500 രൂപ പെറ്റി അടിച്ചു കൊടുക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ പറയുന്ന സീബ്ര ലൈൻ നിർത്തുന്നതിനൊന്നും ഫൈൻ പോലൊന്നുമില്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. എന്നാൽ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ, അതായത് ഇപ്പം ഞാൻ ദുബായിലാണ്, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു കാര്യം പറയാം. UAE ഒരു കാര്യം പറഞ്ഞാൽ, ഇവിടെ നമ്മൾ
ഏറ്റവും കൂടുതൽ റോഡിൽ വളരെ എത്രയും ശ്രദ്ധാപരമായിട്ട് വണ്ടി ഓടിക്കാമോ അത്രയും ശ്രദ്ധാപരമായിട്ട് വണ്ടി ഓടിക്കത്തുള്ളൂ. കാര്യം അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫൈനിനെയാണ് നമുക്ക് പേടി. കാര്യം ഇവിടുത്തെ ഫൈൻ എന്ന് പറഞ്ഞാൽ കണ്ണി കൂടെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഫൈനായിരിക്കും. സ്പീഡിന് ഇപ്പോൾ ഒരു റോഡിൽ നമുക്കിപ്പോൾ ഒരു റോഡിൽ ഒരു 110 km/h പോകാനെ കൊണ്ടുള്ള സ്പീഡ് ലിമിറ്റിങ്ങിൽ നമുക്ക് അതിലൊരു 130 വരെ പോകാം, എക്സ്ട്രാ ഒരു 20 km കൂടെ പോകാം. പക്ഷെങ്കിൽ നമ്മൾ 130 കഴിഞ്ഞ് 131 റോഡിലൊരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ആ ഒരു ഗ്യാപ്പിൽ അടിക്കടി ക്യാമറയുണ്ട്. ഈ ക്യാമറ അടിച്ചിരിക്കും. അടിച്ചാൽ കിട്ടുന്ന ഫൈൻ എന്ന് പറഞ്ഞാൽ 400 ദിർഹംസ് 600 ദിർഹംസ് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നാട്ടിലെ ഒരു 8,000 10,000 ഒക്കെ ആയിരിക്കും ഒറ്റയടിക്ക് കണ്ണി കൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു 130 പറഞ്ഞാൽ പോലും നമ്മളൊരു 110 അല്ലെങ്കിൽ 120 മാക്സിമം നമ്മൾ കെയർ ചെയ്ത് പോകും. കാര്യം ഫൈൻ അടയ്ക്കാൻ വയ്യ. കാര്യം ഒരു ക്യാമറ അല്ല, ഇപ്പം നമ്മൾ ഒരു ക്യാമറ 130 അടിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്യാമറ അടിച്ചാൽ വീണ്ടും ഫൈനാണ്. അപ്പം ഇരട്ടിയായി 400 800 എന്ന് പറയുമ്പം 10,000-20,000 രൂപയ്ക്ക് അടുത്തായി. അപ്പം അത് കാരണം വളരെ മാന്യമായിട്ട് പോകും. പിന്നെ അതേപോലെ ഇപ്പം സീബ്ര ലൈനിൽ ഒരു പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുമ്പം നമ്മൾ വണ്ടി നിർത്തിയില്ല പോയെങ്കിൽ അതിനും ഫൈനുണ്ട്. അപ്പം അത് കാരണം നമ്മൾ വളരെ നിർത്തി സമാധാനപരമായിട്ട് എത്ര വെറുതെയുള്ളവരാണ് സമാധാനപരമായിട്ട് പോകും. ഇവിടെ നിനക്ക് എത്ര വലിയ ഹോൾഡ് ഉണ്ട്, ഇവിടെ നീനിപ്പം വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO ആണെങ്കിൽ പോലും നിയമമാണ്. ഇവിടുത്തെ നിയമം അനുസരിച്ചേ പറ്റൂ. ഇവിടുത്തെ നിയമത്തിൻ്റെ ശിക്ഷ എന്താണോ ആ ശിക്ഷ അനുഭവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാവും. പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിൽ അതില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അടിക്കടി വാഹനങ്ങൾ ആക്സിഡൻ്റ് ആവുന്നതും ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടും പൊരിഞ്ഞും പോകുന്നത്. കാര്യം നമ്മുടെ നാട്ടിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ ഒരു ബസ് ഓടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സര ഓട്ടമാണ്. ഒരു റൂട്ടിൽ ഓടുന്ന 2 ബസ്സുകൾ തമ്മിൽ മത്സര ഓട്ടമാണ്. അതിന് മെയിൻ കാരണം ഈ ബസ്സുകൾക്ക് സമയ ഗ്യാപ്പ് ഇല്ലാതെ പെർമിറ്റ് കൊടുക്കുന്ന നമ്മുടെ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ആദ്യം അടി കൊടുക്കേണ്ടത്. വേറൊന്നുമില്ല, അടി കൊടുക്കുക തന്നെ ചെയ്യണം. ഒരു റൂട്ടിൽ കൃത്യമായ ഗ്യാപ്പ് ഇല്ലാതെ ഇടവേളകളില്ലാതെ ബസ്സിന് ക്യാഷ് മേടിച്ചിട്ട് പെർമിറ്റ് കൊടുക്കുന്നവന് ആദ്യം കൊടുക്കണം. കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ വണ്ടിക്ക് പെർമിറ്റ് കൊടുക്കുമ്പോൾ ഇവന്മാർ മത്സരോട്ടം നടത്തും. കാര്യം ഇവന്മാർക്ക് എന്താ പറയുക, ആളെ കയറ്റാൻ ടിക്കറ്റ് വിൽക്കണ്ടേ, പൈസ ഉണ്ടാക്കണ്ടേ, ഇവന്മാർക്ക് ടാർഗറ്റ് ഉണ്ടല്ലോ. മലയാളിക്ക് പോയിട്ട് കണക്ക് കൊടുക്കുമ്പോൾ ടാർഗറ്റ് കൊടുക്കണം. അന്നേരം എന്ത് ചെയ്യും, ഇവന്മാർ മത്സരം ഓട്ടം ഓടും. ഈ മത്സരം ഓട്ടം ഓടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, റോഡ് നോക്കൂല, ആക്സിഡൻറ്റുകൾ ഉണ്ടാവും, ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടും. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലെ റോട്ടിൽ വണ്ടി ഓടിക്കുന്നവരെ മാത്രമല്ല, ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഇരിക്കുന്ന കൈക്കൂലി മേടിച്ചിട്ട് ഇമാതിരി പരിപാടികൾ കാണിക്കുന്ന എല്ലാവർക്കും കൊടുക്കണം, ശരിക്കും കൊടുക്കണം. നമ്മൾ കുറച്ച് നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആക്കണമെന്നേ. പ്രത്യേകിച്ച് റോഡിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും നമുക്ക് ആ ജീവൻ തിരിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പം കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിക്കണം. കാര്യം നമ്മൾ മൂലം ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ റോഡിൽ നിയമം പാലിക്കണമെങ്കിൽ പാലിക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടായ ഒരു കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്ക് എങ്ങനെ ലൈസൻസ് ഇവിടെ കിട്ടിയെന്നുള്ളത്. ഒരു 6-7 മാസം നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പഠിച്ചുണ്ടാക്കണം. നമ്മുടെ നാട്ടിൽ ലേണേഴ്സ് ടെസ്റ്റ് പണ്ടത്തെ കാര്യം ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല. ലേണേഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് തരും, അത് ചോദിക്കും, ഒരു 10 ക്വസ്റ്റ്യൻ ചോദിക്കും, അത് ടിക്ക് ചെയ്തിടുക, പരിപാടി കഴിഞ്ഞു, ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി. പിന്നെ നേരെ വണ്ടി ഓടിക്കാം, പിന്നെ ടെസ്റ്റ് 1 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുക, ഇതായിരുന്നു പരിപാടി. പക്ഷേ ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല കേട്ടോ, ഇപ്പം കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ടെസ്റ്റ് ഉണ്ട്. തിയറി ടെസ്റ്റിന് മുമ്പ് ഒരു ലെസൺസ് ഉണ്ട്, ഒരു 8 ലെസൺ ഉണ്ട്. അതിനകത്തിൽ ഫുള്ള് ഈവൻ ഡ്രൈവറുടെ ഒരു ആറ്റിറ്റ്യൂഡ് വരെ ഉണ്ട്. ആറ്റിറ്റ്യൂഡ് മുതൽ റോഡ് നിയമങ്ങൾ എക്സ്ട്രീം ലെവലുള്ള A to Z റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുക തന്നെ ചെയ്യണം. കാര്യം അത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം, പരീക്ഷയ്ക്ക് പാസ്സാവാൻ വേണ്ടി മാത്രമല്ല പഠിക്കേണ്ടത്. കാര്യം ഈ നിയമങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇവിടെ റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഈ ലെസൺസ് പഠിച്ചാൽ മാത്രമേ ഇവിടെ ഒരാൾക്ക് റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റൂ. ശരിക്കും നമ്മുടെ നാട്ടിലും ഇതൊക്കെ വരണം. അതേപോലെ തന്നെ കാലഹരണപ്പെട്ടു പോയ നമ്മുടെ നാട്ടിലെ നിയമം മാറ്റി എഴുതുക തന്നെ ചെയ്യണം. ഇനിയെങ്കിലും നമ്മുടെ ഗതാഗത വകുപ്പ് ഇതിനു വേണ്ടി റോഡിൽ ഇനിയും ഇതുപോലെയുള്ള അപകടങ്ങൾ നടക്കാതെയും റോഡിൽ ഇതുപോലെയുള്ള ജീവനുകൾ പൊലിയാതെ ഇരിക്കാൻ കർക്കശമാക്കുക തന്നെ ചെയ്യണം. പിന്നെ ഫൈന് അത് ഇച്ചിരി കൂട്ടിക്കൊടുക്കുന്നേ. ഒന്നുമില്ലെങ്കിൽ സർക്കാരിൻ്റെ ഖജനാവിലോട്ട് കുറച്ച് പൈസ വരികയും ചെയ്യും, റോഡിലെ അപകടങ്ങളൊക്കെ കുറയും, മര്യാദയ്ക്ക് മാന്യതയോടെ റോഡിൽ വണ്ടി ഓടിക്കും. കാര്യം ഫൈൻ അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 15,000 ഒക്കെ അങ്ങോട്ട് ഫൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ ഓടിക്കുന്ന സ്പീഡ് കുറയ്ക്കും. പിന്നെ സീബ്ര ലൈനിൽ നിർത്തും, സിഗ്നലുകൾ ഫോളോ ചെയ്യും, ഓവർടേക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പുറകിൽ വണ്ടി ഉണ്ടോയെന്നൊക്കെ നോക്കി ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പിന്നെ മിറർ ചെക്കൊക്കെ ചെയ്തിട്ടേ ചെയ്തുള്ളൂ. കാര്യം വെച്ചാൽ ഫൈൻ പേടി വരും. പേടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ റോഡിലുള്ള അപകടങ്ങൾ കുറയത്തുള്ളൂ. പേടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഡ്രൈവേഴ്സ് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കത്തുള്ളൂ.
അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസലാമ.